ഹലോ എവരിവൺ, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തു പോവാ ദുബായിക്കാ. ചെറിയൊരു പർച്ചേസിങ് മുടി വെട്ടാനൊക്കെ ഉണ്ട്. പിന്നെ അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫുഡ് അടിക്കാന്നുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി നേരെ ബസ്സിൻ്റെ അവിടെ. ഇതാണ് ഞങ്ങളുടെ കമ്പനിയിലെ പറക്കും തളിക. ഇത് വൈകുന്നേരം അവിടെ കൊണ്ടാക്കും, രാത്രി തിരിച്ചെടുക്കാൻ വരും. ഞങ്ങളെന്തായാലും നേരത്തെ എത്തിക്കണേ. ആകെ തിരക്കാവുന്ന വിചാരിച്ചു. ആൾക്കാരെങ്ങനെ വരാനാ, അത്രക്ക് ചൂടാണേ. ഞങ്ങള് ബസ്സിലിരുന്ന് ഉരുകി ഒലിക്കായിരുന്നു. അമ്മാതിരി ചൂടാണേ. അപ്പോഴാണ് നസീഫിന്റെ എൻട്രി. അവന്റെ ഫാമിലി ആരോടെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോവാം. പോണ വഴിക്ക് എയർപോർട്ട് കാണുമ്പോഴാ എന്താ പിന്നെ നാട്ടിൽ പോകാൻ പറ്റുക ആലോചിക്കുക. അങ്ങനെ ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾ എത്തി. വിജയാക്ക് എപ്പോഴും ഫോണിലാ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായി ലൂഡോ കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ മുടി വെട്ടാൻ വേണ്ടി പോയി. മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനായി. ഇതാണ് ആർട്ട്, ഇതാണ് ആർട്ടിസ്റ്റ്, ഇതാണ് അവിടെയുള്ള ചേട്ടന്മാര്. ഇവരെ ഞങ്ങൾ നല്ല കമ്പനി ആട്ടോ. ഇവിടെ വന്നാൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ മുടി വെട്ടാൻ വരാറ്. ഇത് ബിബി ചേട്ടൻ, നാദാപുരത്തേരനാ. ഞാൻ അന്ന് പോയപ്പോഴാണ് പരിചയപ്പെട്ട്. പുതിയ ആളോ. ഇത് പ്രജീഷ് ചേട്ടൻ, കൊയിലാണ്ടിക്കാരനാ. ഇത് ശംഭു, ഇവൻ തിരുവനന്തപുരമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ മദീനക്ക് വിട്ട്. അൽത്താഫ്ക്ക് അവിടെയാണ്. സിജാക്കാക്ക് 1-2 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അൽത്താഫ്ക്ക് ഓൾറെഡി വാങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഷർഫ് അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു അളിയനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഇതാണ് സബ്കയിലെ തട്ടുകട റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ എന്ന് ഇവിടുന്ന ഫുഡ് കഴിക്കാറ്. അടിപൊളി ഫുഡാട്ടോ. വേവ് റെസ്റ്റോറൻറ്റ് തട്ടുകട എന്നാണ് ശരിക്കുള്ള പേര്. ഇതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് ആണ് അടിപൊളി. കണ്ട ചിറ്റോറോ ഓരോന്ന് എഴുതി വെച്ചിട്ടൊക്കെ. അങ്ങനെ അവിടുത്തെ ഒരു ചേട്ടൻ വന്ന് എന്താ കഴിക്കാൻ വേണ്ടി മക്കളെന്ന് ചോദിച്ചു. ചേട്ടൻ്റെ മെനു കുറച്ചിലങ്ങോട്ട് തുടങ്ങി. അത് കേട്ട് ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായി. അവസാനം ഞങ്ങൾ ഒന്നിലും ഉറപ്പിച്ചു. അങ്ങനെ ആദ്യം സലാഡ് വന്നു, പിന്നെ പ്ലേറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേനും ഫുഡും വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ തിമിർത്തിയായിട്ട് കഴിഞ്ഞു. സിജാക്കയുടെ പ്ലേറ്റൊക്കെ നോക്കിയപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ബസ് കയറാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൻ്റെ അടുക്ക് പോയി. ഇതാണ് അഞ്ചൽമോൻ, നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാട്ടോ. പുറത്ത് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും ചൂടാ. എല്ലാവരും ബസ് വന്ന് റൂമിൽ എത്തിയാൽ മതി എന്നായി. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ബസ് വന്ന്. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വേഗം കയറാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീറ്റും കിട്ടി. അവിടുന്ന് നേരെ തിരിച്ച് കമ്പനിക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഹലാസ്.